എന്തിനാ വർഷാവർഷം സപ്താഹം നടത്തണേ? എല്ലാ വർഷവും ഭഗവത് കഥ കേൾക്കണേ. നമ്മൾ ഈ സപ്താഹം എന്ന് പറഞ്ഞ ഒരു വേദിയിൽ ശരിക്ക് കേട്ടാൽ നമുക്ക് ആ കഥ മനസ്സിലാവും. പിന്നെ അടുത്ത വർഷവും ഇതന്നെ പറയാം. എങ്കിലും നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് ഓടിച്ചെല്ലും. അപ്പോൾ എന്താ കാരണം എന്നോ, നമ്മുടെ മനസ്സിൽ ഇപ്പം ഇന്ന് ഈ പ്രഭാഷണമൊക്കെ കേട്ടാൽ നിങ്ങളുടെയൊക്കെ മനസ്സൊന്ന് ഉണരും, ഒന്ന് ഉഷാറാവും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടിയും കുറയും. ഒരു മാസം, അങ്ങനെ 6 മാസം, ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക് ആ ഒരു എഫക്റ്റ് അങ്ങനെ കുറഞ്ഞ് നമ്മൾ എന്തിലേക്ക് പോകുന്നോ, ഈ വിഷയാസക്തിയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ലൗകികനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിലാ, വിഷയങ്ങളിൽ, ഈ ലൗകിക സുഖങ്ങളിൽ അങ്ങനെ മുങ്ങി പൊങ്ങി കഴിയുക. ഇപ്പം ഇന്നിവിടെ പ്രതിഷ്ഠാദിനുണ്ട്, ഇവിടെ സമയത്ത് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പലരും ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവും. ചിലർ നിങ്ങൾ തന്നെ അറിയുന്നവർ ഇപ്പോൾ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരിക്കുന്നുണ്ടാവും, ചിലർ കോടതി വരാന്തകളിൽ ഇരിക്കുന്നുണ്ടാവും.